നമ്മൾ ഇന്ന് തൊട്ട് SCERT ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് 5ാം ക്ലാസ് തൊട്ട് തുടങ്ങാം. അപ്പോൾ 5ാം ക്ലാസ്സിലെ സയൻസിൽ ആദ്യത്തെ ചാപ്റ്ററാണിത്, ഒറ്റയല്ലൊരു ജീവിതവും. അതിലാദ്യം തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കണമെന്ന് നോക്കി, ആഹാര ശൃംഖലാജാലം, അതായത് ഫുഡ് വെബ്. നമുക്കത് പഠിക്കാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ആദ്യം എന്ത് പഠിക്കാം, അതിൻ്റെ താഴെ തന്നിരിക്കണ ആഹാര ശൃംഖല, അതിനെപ്പറ്റി പഠിക്കാം. ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയുള്ള ഒരു ആഹാര ബന്ധമാണെന്ത്, ആഹാര ശൃംഖല. ഇനി അതിനൊരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. എങ്ങനെയാണ്, അതായത് പുൽച്ചാടി പുല്ല് കഴിക്കും, കോഴി എന്ത് ചെയ്യും, ഈ പുൽച്ചാടീനെ കഴിക്കും, കുറുക്കൻ കോഴിയെ കഴിക്കും, കഴുകൻ കുറുക്കനെ കഴിക്കും. അങ്ങനെയാണ് കണക്ട് ചെയ്ത് ഫുഡ് ചെയിൻ വരുന്നത്, ഒരു ആഹാര ശൃംഖല വരുന്നത്. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും, അത് സസ്യങ്ങൾ. അവരാണ് ഉൽപ്പാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. അതായത് ഒരു ആഹാര ശൃംഖല എപ്പോഴും തുടക്കം ആരായിരിക്കും, എപ്പോഴും സസ്യങ്ങൾ, അതായത് ഗ്രീൻ പ്ലാന്റ്സ് അഥവാ സസ്യങ്ങളായിരിക്കും. ഇനി സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് ആര്, പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ. അതായത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ അവിടുത്തെ ഉൽപ്പാദകർ അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ആദ്യത്തെ കണ്ണി ആരായിരിക്കും, അവിടെ പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ ആയിരിക്കും. ഇനി ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് ഈ ആര്, പ്ലവകങ്ങൾ. അത് നമുക്കറിയാവുന്ന സാധനമാണ്. ഇങ്ങനെ പച്ച കളറിലും പല കളറിലും ഇങ്ങനെ ജലാശയങ്ങളുടെ പൊക്കത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കണ ഇതാണെന്ത്, പ്ലവകങ്ങൾ. ഇനി നമുക്ക് ആഹാര ശൃംഖലാജാലം എന്താണെന്ന് നോക്കാം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണെന്ത്, ആഹാര ശൃംഖലാജാലം. നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ വേണ്ടി, നമ്മൾ ഒരു ആഹാര ശൃംഖലയില്ലേ, അതുപോലത്തെ ഒരുപാട് ആഹാര ശൃംഖലകൾ, അതായത് ഒന്നിച്ച് ചേരുന്ന പല ആഹാര ശൃംഖലകളെല്ലാം കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്, ആഹാര ശൃംഖലാജാലം ഉണ്ടാവുന്നത്. അതായത് ഇൻ്റർ കണക്റ്റിംഗ് ഫുഡ് ചെയിൻസ് ആണെന്ത്, ഫുഡ് വെബ് എന്ന് പറയണത്. മനസ്സിലായല്ല. ഇനി ആവാസം, ഹാബിറ്റാറ്റ്. എന്താണ് ആവാസം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ്? അതായത് നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടുകളാണ് ആവാസം. ഉദാഹരണം എന്തൊക്കെയാണ്, പുൽമേടുകൾ, വയൽ, മരുഭൂമി, ധ്രുവപ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ തുടങ്ങിയവ. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവീയവും അജീവവുമായ ഘടകങ്ങളുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണെന്ത്, ആഫ്രിക്കൻ മുഷി. ഓർത്തു വെക്കണം. അതായത് കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണെന്ത്, ആഫ്രിക്കൻ മുഷി. ഇനി ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ആഗോള കടുവാ ദിനം എന്നാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ജൂലൈ 29-ാം തീയതിയാണ്. ആഗോള കടുവാ ദിനം എന്നാണ്, ജൂലൈ 29-ാം തീയതിയാണ്. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നതെന്നാണ്, 1973 ഏപ്രിൽ 1. നമുക്ക് കടുവ നമ്മുടെ ദേശീയ മൃഗമായ വർഷം എന്നാണ്, 1972. ഓർക്കാൻ എളുപ്പമാണ്. കടുവേനെ ദേശീയ മൃഗമാക്കി കഴിഞ്ഞാലല്ലേ അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് കടുവേനെ ദേശീയ മൃഗമാക്കിയത് 72. തൊട്ട് പിറ്റേ വർഷം 73 ഏപ്രിൽ 1 പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നു. ഇനി പ്രകാശ സംശ്ലേഷണം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തിൻ്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെയാണെന്ത്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയുക, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഉപയോഗിച്ച്, അതായത്
കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശം സൺലൈറ്റിൽ നിന്നുള്ള ഊർജത്തിൻ്റെ സഹായത്തിൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണെന്ത്? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇലകളിലെ ഹരിതകം അതായത് ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അതായത് ആ ഗ്രീൻ പിഗ്മെൻറ്റ്, ആ പച്ച കളർ കൊടുക്കണം എന്താണ്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫില്ലാണ്. ഇനി ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ്. ഈ ഒരു പ്രോസസ്സ് നടന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉണ്ടാകുന്നത്. എല്ലാ ജീവികൾക്കും, അതായത് സസ്യങ്ങൾ ഉൾപ്പെടെ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണേത്? ഓക്സിജൻ. ശ്വസനഫലമായി എല്ലാ ജീവികളും, അതായത് സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പുറന്തള്ളുന്ന വാതകം, അതായത് അവർ പുറത്തോട്ട് വിടുന്ന വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനും പുറന്തള്ളുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇനി അവിടെ കൊടുത്തേക്കുന്ന ഫില്ലോടാക്സി ഒന്നും നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ല, അത് എക്സ്ട്രാ തന്നേക്കുന്ന പോയിൻ്റാണ്. നമുക്കത് ചുമ്മാ ഒന്ന് പറയാം. ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ക്രമീകരണത്തിൻ്റെ ആ വിന്യാസമാണ് എന്ത്? ഫില്ലോടാക്സി എന്ന് പറയാം. 3 തരമുണ്ട്: ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വോൾഡ്. അതായത് ഏകാന്തര വിന്യാസം, എതിർവിന്യാസം, സർപ്പിള വിന്യാസം. അത് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകമാണെന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്, ഇലകളിലെ പച്ച നിറം തരുന്ന വർണ്ണകമാണെന്ത്? ഹരിതകം. ഇനി ഈ പച്ച നിറം നൽകുന്നത് ഹരിതകമാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി കളറുകൾ നൽകുന്നതാ? ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? ആന്തോസയാനിനാണ്. അതുപോലെ ഓറഞ്ച് നിറം ആരാണ് തരുന്നത്? കെരോട്ടിനാണ്. മഞ്ഞ നിറം നൽകുന്നതോ? സാന്തോഫിലാണ്. ഒന്നുകൂടെ പറഞ്ഞേ, ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനാണ്, ഓറഞ്ച് നിറം കെരോട്ടിനാണ്, മഞ്ഞ നിറം എന്താണ്? സാന്തോഫിലാണ്. അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണെന്ത്? സ്റ്റൊമാറ്റ. ആസ്യരന്ധ്രം, സ്റ്റൊമാറ്റ എന്ന് പറയും. അതായത് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ കുഞ്ഞു എന്താ? അപ്പോഴ്സാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ കൂടുതലുള്ള രണ്ടാമത്തെ വാതകമാണ് എന്താണ്? ഓക്സിജനാണ്. ഇനി ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണെങ്കിൽ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഏറ്റവും കൂടുതലുള്ള അലസവാതകം, ഇനേർട്ട് ഗ്യാസ് ഏതാണ്? ആർഗണാണ്. ഇനി എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇവയിലെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനും കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം എന്താ? മരവാഴ, വാൻഡ എന്നൊക്കെ പറയൂലേ നമ്മൾ, ഓർക്കിഡുകൾ, ഇവയെല്ലാം എന്താണ്? എപ്പിഫൈറ്റുകളാണ്. ഇനി നമുക്ക് പരാദങ്ങൾ, നമുക്ക് അർദ്ധപരാദങ്ങളുമുണ്ട്. എന്ത്? പൂർണ്ണ പരാദങ്ങളുമുണ്ട്. അതായത് സെമി പാരസൈറ്റ്സുമുണ്ട്, ടോട്ടൽ പാരസൈറ്റ്സുമുണ്ട്. നമുക്കാദ്യം അർദ്ധപരാദങ്ങൾ നോക്കാം. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണെന്ത്? അർദ്ധപരാദങ്ങൾ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചന്ദനം, ഇത്തിൽക്കണ്ണി എന്താ? ലൊറാന്തസ് ആണ്. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് അവർ ജലവും ലവണവും വലിച്ചെടുക്കും, എന്നിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യും? സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അവർ. പക്ഷെ പൂർണ്ണപരാദം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങൾ. അതായത് അവർ മൊത്തമായിട്ടും ആശ്രയിക്കുന്ന ആരെ തന്നെയായിരിക്കും? ആതിഥേയ സസ്യത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ. ഇനി അവർക്ക് എക്സാമ്പിൾ എന്താ? മൂടില്ലാത്ത ആളി, അതായത് കസ്ക്യൂട്ട, പിന്നെ റെഫ്ലഷ്യ. നമ്മുടെ ഏറ്റവും വലിയ ഫ്ലവർ അല്ലേ റെഫ്ലഷ്യ? അപ്പോൾ റെഫ്ലഷ്യയും മൂടില്ലാത്ത ആളി, അതായത് കസ്ക്യൂട്ട എല്ലാം എന്താ? പൂർണ്ണ പരാദങ്ങളാണ്. ഇനി
അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് സത്യം പറഞ്ഞാൽ എന്താണ് അവർ ചെയ്യണത്? അവർ നെഗറ്റീവ് അല്ലേ, അത് ദോഷമാണ് ചെയ്യുന്നത്. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണത് ശവോപജീവികൾ, സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ ഭക്ഷിച്ച് ജീവിക്കണ സസ്യങ്ങളാണെന്ത്? സാപ്രോഫൈറ്റ്സ്. എക്സാമ്പിൾ എന്താ? നമ്മളീ പൂപ്പലുകൾ, പിന്നെ മോണോട്രോപ്പ, നിയോട്ടിയ, ഇതെല്ലാം എന്താണ്? ഉദാഹരണമാണ്. ഈ പൂപ്പലിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്ത്? പൂപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗസ് ആണ് കേട്ടോ, ഫംഗസ്. ഉദാഹരണം എന്താ? കൂണുകൾ, മഷ്റൂം. പ്രകൃതിയിലെ എല്ലാ ജീവിജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? മൈക്രോസ്കോപ്പ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്രയേ പറയുന്നുള്ളൂ. ഒരു കുഞ്ഞു ചാപ്റ്ററാണത്.